ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും പൊട്ടറ്റോയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റുമ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായി വഴറ്റുക, ഉപ്പിട്ട് വഴറ്റണം. അതിൻ്റെ കളറും ഒന്ന് ലൈറ്റായിട്ട് മാറി വരുമ്പോൾ അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതൊക്കെയാണ് പൊടികൾ ചേർക്കേണ്ടത്. ഇനി ഈ പൊടികളെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും നന്നായിട്ട് പുഴുങ്ങി അത് എന്തെങ്കിലും ഒരു കയ്യിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ആക്കിയപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. അത് ഒന്നും കൂടി നന്നായിട്ട് ആക്കി കൊടുക്കണം. എനിക്കിത് കരിയണത് കണ്ടപ്പോൾ ഞാൻ വേഗം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചാൽ നല്ലതായിരിക്കും. എന്നാലേ കറക്റ്റ് കളറും ആ ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇതിപ്പോൾ ബീട്രൂട്ടിൻ്റെ കളറ് കുറച്ച് കുറവായിരുന്നു. അത് ഞാൻ നന്നായിട്ട് അത് കയ്യിലോണ്ട് അമർത്തി പൊടിക്കാത്തതുകൊണ്ടാണ് പീസായി കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ അതിലോട്ട് തേങ്ങൻ്റെ രണ്ടാം പാൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കുക. അത് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ അതിലോട്ട് ഒന്നാം പാലും ചേർത്തിട്ട് ഇറക്കി വെക്കാം. ഒന്നാം പാൽ ചേർത്താൽ പിന്നെ അധികം നമ്മൾ വേവിക്കാൻ പാടില്ല, പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കണം. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുണ്ടാക്കുമ്പോൾ എനിക്കിപ്പോൾ പറ്റിയതൊരു പ്രശ്നം, ബീട്രൂട്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇനി അത് നന്നായിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിക്ക് ഒന്നും കൂടി ഒരു പിങ്കിഷ് കളറായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക മറക്കരുത്.